അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും 100% ഷെയർ ചെയ്യണമെന്നാണ്. കാരണം ഇതുപോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്നെപ്പോലെയുള്ള സാധാരണ മുസ്ലിങ്ങൾ കമൻറ്റ് ബോക്സിൽ കേൾക്കുന്ന പഴികൾ എന്താണെന്നൊക്കെ അറിയാം. ജിഹാദികൾ, തീവ്രവാദി എന്നൊക്കെ. അപ്പം അതെന്താണെന്നുള്ളത് ആദ്യം ഈ ഒരു വോയിസ് കേൾക്കുക. ഹാരിസ് ഭായ്, അതായത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം കേട്ടോ, അതിനുള്ള ഒരു മറുപടിയാണ് ഇത് പറയുന്നത്. താങ്കൾ ചോദിച്ചത് വളരെ പ്രസക്തവും ഗൗരവകരവുമായ ഒരു ചോദ്യമാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന അതായത് ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ, പല അറബ് രാജ്യങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങൾക്ക്, അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിന് എന്തിന് കേരളത്തിൽ കൊടി പിടിക്കുന്നു, അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അതിനുള്ള മറുപടിയാണ് പറയുന്നത്. നിലയിൽ താങ്കൾക്ക് അറിയാവുന്നതുപോലെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ഇതിന്റെ കാരണങ്ങളും അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളും നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നു? ഒന്ന്, മതപരമായ സാഹോദര്യം. ഇസ്ലാം മതവിശ്വാസികൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിങ്ങളെയും സഹോദരങ്ങളായി കാണുന്നു. ഉമ്മത്ത് എന്ന സങ്കല്പം. അതുകൊണ്ട് തന്നെ പലസ്തീൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെയുള്ള അക്രമമായി അവർ കാണുന്നു. രണ്ട്, മനുഷ്യാവകാശ പ്രശ്നം. പലരും ഇതിനെ കേവലം ഒരു മതപരമായ പ്രശ്നമായല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും എതിരായ പോരാട്ടമായാണ് കാണുന്നത്. മൂന്ന്, രാഷ്ട്രീയ നിലപാടുകൾ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും ചരിത്രപരമായി തന്നെ പലസ്തീൻ വിഷയത്തിൽ അനുഭാവം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ഇവിടെ വലിയ രാഷ്ട്രീയ പിന്തുണ ലഭിക്കാറുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ. ഇത്തരം പ്രതിഷേധങ്ങൾ അതിരുകടക്കുകയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്താൽ താഴെ പറയുന്ന ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. ദേശീയതാപരമായ ചോദ്യം ചെയ്യലുകൾ. ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നേക്കാം. ഇന്ത്യയോട് സ്നേഹമില്ല എന്ന് മറ്റുള്ളവർക്ക് കുത്തിക്കാണിക്കാൻ കഴിയും. ഇത് മുസ്ലിം വിഭാഗത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾക്ക്, ഹേറ്റ് സ്പീച്ച് വഴിമരുന്നിടും. വർഗീയ ധ്രുവീകരണം. ഇത്തരം പ്രതിഷേധങ്ങളെ മറ്റ് ചില ശക്തികൾ വർഗീയമായി വ്യാഖ്യാനിക്കുകയും അത് കേരളത്തിലെ മതസൗഹാർദ്ദത്തെ ബാധിക്കുകയും ചെയ്തേക്കാം. മുസ്ലിം വിരുദ്ധ വികാരം പടർത്താൻ ഇത് ആയുധമാക്കപ്പെട്ടേക്കാം. അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബാധിക്കും. വിദേശ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതിഷേധിക്കുന്നത് ആ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്ന് ചിലർ വാദിക്കുന്നു. ഇത് പ്രവാസികളെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരാറുണ്ട്. സാധാരണക്കാരുടെ ജീവിതം. വഴിതടഞ്ഞുള്ള സമരങ്ങളും പ്രകടനങ്ങളും നടക്കുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് പുറത്തുള്ള രാജ്യത്തിന്റെ പ്രശ്നത്തിന് വേണ്ടി ഇവിടെ അതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ആ വിഭാഗത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്യാം. ഉപസംഹാരം. പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട്. എന്നാൽ ആ പ്രതിഷേധങ്ങൾ ഇന്ത്യയുടെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടും നമ്മുടെ നാടിന്റെ സമാധാനത്തിന് ഭംഗം വരാത്ത രീതിയിലുമാകണം. ലോക സമാധാനം എന്ന ലക്ഷ്യത്തോടെയുള്ള സമാധാനപരമായ പ്രതിഷേധങ്ങളാണ് എപ്പോഴും ഗുണകരം. ഹാരിസ് ഭായ്, താങ്കൾ സോഷ്യൽ മീഡിയ എന്നെ പോലെയുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഒരു സംഘടനകളിലും ഒരു രീതിയിലും വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നു. അല്ലെങ്കിൽ ജിഹാദി അല്ലെങ്കിൽ തീവ്രവാദി എന്നുള്ള വാക്കുകൾ കമൻറ്റിലൂടെയൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇതുപോലുള്ള ആളുകൾ പറയുന്നത്? ഹാരിസ് ഭായ്, താങ്കൾ പങ്കുവച്ച ഈ വേദന ഇന്ന് കേരളത്തിലെ പല സാധാരണക്കാരായ മുസ്ലിങ്ങളും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്ത, സമാധാനം ആഗ്രഹിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഹാരിസിനെ പോലെയുള്ളവർ പോലും ഇത്തരം വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, പൊതുവായ സാമാന്യവൽക്കരണം, ജനറലൈസേഷൻ. സമൂഹത്തിലെ ചില ചെറിയ വിഭാഗങ്ങൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന തീവ്രമായ മുദ്രാവാക്യങ്ങളോ വെച്ച് ആ സമുദായത്തിലെ മുഴുവൻ ആളുകളെയും അളക്കുന്ന രീതിയാണിത്. ഒരാൾ ചെയ്താൽ എല്ലാവരും അങ്ങനെയാണ് എന്ന തെറ്റായ ചിന്താഗതി സോഷ്യൽ മീഡിയയിൽ പടരുന്നതുകൊണ്ടാണ് ഹാരിസിനെ പോലെ നിഷ്പക്ഷമായി നിൽക്കുന്നവർക്കും ഇത്തരം കമന്റുകൾ നേരിടേണ്ടി വരുന്നത്. 2, സോഷ്യൽ മീഡിയയിലെ എക്കോ ചേംബേഴ്സ്. സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ പലപ്പോഴും വിദ്വേഷം പടർത്തുന്ന വാർത്തകൾക്കാണ് കൂടുതൽ പ്രചാരം നൽകുന്നത്. പലരും തങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. ഗൾഫ് നാടുകളിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വിദേശത്തെ സംഘർഷങ്ങളോ കേരളത്തിലെ സാഹചര്യവുമായി കൂട്ടിക്കെട്ടി തെറ്റായ ചിത്രം നിർമ്മിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു. 3, വിവരമില്ലായ്മയും തെറ്റായ പ്രചാരണങ്ങളും, മിസ് ഇൻഫോർമേഷൻ.
മതപരമായ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും തീവ്രവാദമായി തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ തമ്മിലടിപ്പിക്കാൻ ചിലർ ഉപയോഗിക്കുന്ന ജിഹാദി പോലുള്ള വാക്കുകൾ അർത്ഥം പോലും അറിയാതെ പലരും കമന്റുകളിൽ പ്രയോഗിക്കുന്നു. 4. മൗനം പാലിക്കുന്ന വലിയൊരു വിഭാഗം, സമാധാനം ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്യാറുണ്ട്. ഈ മൗനം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. ഹാരിസിനെ പോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകൾക്ക് ഇത്തരം മുൻധാരണകളെ തിരുത്താൻ വലിയ പങ്ക് വഹിക്കാനാകും. ഹാരിസ് ഭായിക്ക് ഇതിനെ എങ്ങനെ നേരിടാം? നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. താങ്കൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജെമിനി നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തന്നല്ലോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്ത ഉള്ളവർ, അതായത് പുറം രാജ്യത്തിൽ അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കടന്ന് കൊടി പിടിച്ച് ഇവിടെ കടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ സമാധാനത്തോട് ജീവിക്കുന്ന കേരളത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പഴികൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പ്രതിഷേധിക്കണം തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഇന്ത്യൻ ഗവൺമെൻറ്റിൽ പോവുക, അവിടെ പോയിട്ടൊരു വിസ എടുക്കുക, ഏത് രാജ്യത്തിൽ പ്രശ്നമുണ്ടോ ആ രാജ്യത്തിലേക്ക് അങ്ങോട്ട് നേരെ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യുദ്ധങ്ങൾ ചെയ്യുക. ദയവ് ചെയ്തിട്ട് കേരളത്തിൻ്റെ അകത്ത് വെറുതെ കൊടി പിടിച്ചിട്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നു, ഒരിക്കലും ഒരു മതവിഭാഗ ആൾക്കാർക്കെതിരെ അവരെ ജിഹാദി എന്നും അല്ലെങ്കിൽ മറ്റുള്ളതും വിളിക്കാനുള്ള ഒരു സാഹചര്യം ദയവ് ചെയ്ത് ഉണ്ടാക്കി തരരുത്. ഇത് നല്ല രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്ന മറ്റുള്ള മതക്കാർ ഇത് വോയിസ് കേൾക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ എടുക്കുക. എൻ്റെ സമുദായത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പ്രിയ സുഹൃത്തുക്കളെ.